നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി ശാസ്ത്രലോകത്ത് മാത്രമല്ല സാധാരണക്കാർക്കിടയിലുമൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുനിത വില്യംസിന് എന്ത് സംഭവിച്ചു എന്ന്. ബഹിരാകാശത്ത് മാസങ്ങൾക്ക് മുമ്പ് പോയ സുനിത വില്യംസ് എന്തുകൊണ്ട് ഇനിയും മടങ്ങിയെത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഒടുവിൽ മറുപടിയുമായി രംഗത്തെത്തുകയാണ് സുനിത വില്യംസ് തന്നെ. അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുമൊക്കെ തന്നെ ഒരുപാട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. അതിനെല്ലാമുള്ള വളരെ കൃത്യമായ മറുപടി തന്നെയാണ് സുനിത വില്യംസ് ഈ ഒരു വീഡിയോയിലൂടെ നൽകുന്നത്. കഴിഞ്ഞ 180 ദിവസങ്ങളായി സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ് സുനിത വില്യംസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളിൽ പറയുന്നത് സുനിത വില്യംസ് തൂക്കമെല്ലാം നഷ്ടപ്പെട്ട് ഒരു വൃദ്ധയെ പോലെയായി മാറി എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സുനിത വില്യംസ് തന്നെയാണ്. ബഹിരാകാശത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് അവർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കിയത്. 59-കാരിയായ സുനിതയുടെ ആരോഗ്യനിലയെക്കുറിച്ച് നാസയിലെ തന്നെ ശാസ്ത്രജ്ഞരും ആരോഗ്യ വിദഗ്ധരുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. തൻ്റെ ശരീരഭാരം കുറഞ്ഞിട്ടില്ല എന്നാണ് സുനിത വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ജൂണിൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ശരീരഭാരമാണ് ഇപ്പോഴും തനിക്കുള്ളത് എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. ശരീരത്തിലും മുഖത്തും ദൃശ്യമായ മാറ്റങ്ങൾ ശരീരദ്രവങ്ങളുടെ മാറ്റം കൊണ്ട് സംഭവിച്ചതാകാമെന്നും സുനിത വിശദീകരിക്കുന്നു. ബഹിരാകാശത്ത് താമസിക്കുന്നവരുടെ തല വലിപ്പമുള്ളതായി കാണപ്പെടുന്നത് ഈ പ്രത്യേകത കൊണ്ടാണെന്നും അവർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ശരീരം വളരെ ശോഷിച്ചതായി പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ കാണുന്നവർക്ക് അങ്ങനെയായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. ബഹിരാകാശ യാത്ര നടത്തുന്നവർക്ക് ശരീരഭാരം അനുഭവപ്പെടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശരീരദ്രവങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത്. ഈ ശാരീരികാവസ്ഥയിൽ ശരീരത്തിലെ രക്തവും ജലാംശവും എല്ലാം ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇരച്ചു കയറുന്നതാണ് ഇത്തരൊരു പ്രതിഭാസം ഉണ്ടാകാൻ കാരണമെന്നാണ് അവർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. സുനിത വില്യംസും ഒപ്പമുള്ള ബാരി വിൽമോറും കഴിഞ്ഞ 5 മാസമായി ബഹിരാകാശ വാഹനത്തിൽ തന്നെ കഴിയുകയാണ്. ബോയിങ് കമ്പനി നിർമ്മിച്ച ഇവരുടെ ബഹിരാകാശ വാഹനം സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മടക്കയാത്രയ്ക്ക് യോഗ്യമല്ലാതായി മാറിയതാണ് ഇവരുടെ യാത്രയെ അനിശ്ചിതത്വത്തിലേക്ക് എത്തിച്ചത്. 8 ദിവസത്തേക്കാണ് ഇവർ ബഹിരാകാശത്ത് എത്തിയത്. എന്നാൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ മാത്രമേ ഇവർക്ക് മടങ്ങിയെത്താനും കഴിയുകയുള്ളൂ എന്നാണ് നിലവിൽ നാസ വിശദീകരിക്കുന്നത്. തങ്ങളുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ശരിയല്ല എന്നും തങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നും സുനിത വിശദീകരിക്കുന്നു. ബഹിരാകാശത്തെ ഇവരുടെ ചിത്രങ്ങൾ കണ്ട ചില ഡോക്ടർമാരാണ് അവരുടെ ശാരീരിക നില മോശമായി എന്ന് അഭിപ്രായപ്പെട്ടത്. കൂടാതെ പേര് വെളിപ്പെടുത്താത്ത ഒരു നാസ ജീവനക്കാരൻ സുനിത എല്ലും തോലുമായി മാറിയെന്ന് മാധ്യമങ്ങൾ അറിയിച്ചതും അവരെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉത്കണ്ഠ വളർത്താൻ ഏറെ കാരണമായി മാറി. ഇത്രയും ദീർഘകാലം ഒരുപക്ഷെ 8 ദിവസത്തേക്ക് വേണ്ടി മാത്രം ബഹിരാകാശത്ത് പോയിട്ട് 5 മാസത്തോളമായി ഇപ്പോൾ ബഹിരാകാശത്ത് കഴിയുന്ന ആദ്യത്തെ സഞ്ചാരി ഒരുപക്ഷെ സുനിത വില്യംസും കൂട്ടാളിയുമായിരിക്കും. നാസ പോലെയുള്ള ലോകത്തെ ഏറ്റവും സാങ്കേതിക സംവിധാനങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അവരെ അവിടെ എത്തിച്ചത് എങ്കിലും അവർ സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ തകരാറ് തന്നെയാണ് അവരെ ഇപ്പോൾ ശരിക്കും കുടുക്കിയിരിക്കുന്നത്. ബോയിങ് എന്ന അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ആ കമ്പനി നിർമ്മിച്ച ബഹിരാകാശ വാഹനമാണ് ഇത്തരത്തിൽ. മാത്രമല്ല ബോയിങ് കമ്പനിയിലെ ജീവനക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സമരത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അവരുടെ സമരത്തിന് ഒത്തുതീർപ്പായത്. ബോയിങ് എന്ന വിമാന കമ്പനിയുടെ യശസ്സിന് കൂടി കളങ്കം വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ബഹിരാകാശ വാഹനം തകരാറിലായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്താണെങ്കിലും സുനിത വില്യംസ് തന്നെ നേരിട്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ ആരോഗ്യവതിയായിരിക്കുന്നുവെന്നും താൻ എത്രയും വേഗം തിരിച്ചു വരുമെന്നുമൊക്കെ പറയുന്നത് അവരുടെ വീട്ടുകാരെ മാത്രമല്ല അവരുടെ വരവ് കാത്തിരിക്കുന്ന ലോകത്തെ എല്ലാവരെയും ഏറെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.